ഞാൻ ശ്യാം പ്രസാദ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഡിറ്റർമിനൻസ് എന്ന ചാപ്റ്ററിന്റെ രണ്ടാമത്തെ പാർട്ടുമായിട്ടാണ്. ഒന്നാമത്തെ പാർട്ട് നമ്മൾ എല്ലാവരും കണ്ടു കഴിഞ്ഞതാണ്. അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും പോയി കാണാൻ ശ്രമിക്കുക. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പൊ ഈ പാർട്ടിൽ നമ്മൾ കാണാൻ പോകുന്നത് ടു സൈമൾട്ടേനിയസ് ലീനിയർ ഇക്വേഷൻസ് തന്നു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് സോൾവ് ചെയ്ത് അതിലെ അൺനോൺസ് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് കണ്ടുപിടിക്കാൻ പഠിക്കുന്നതിന്റെ മുന്നേ നമ്മൾ എന്താണ് ലീനിയർ ഇക്വേഷൻ എന്ന് പഠിക്കും, അതുപോലെ എന്താണ് വേരിയബിള്, കോൺസ്റ്റന്റ് എന്നീ കാര്യങ്ങളും ഞാൻ സൂചിപ്പിക്കുന്നതായിരിക്കും. അപ്പൊ ഇത് മുഴുവനായി കാണുക, സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രദ്ധിക്കുക, എന്നാലേ ഈ കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ ഞാൻ എല്ലാ തവണയും പറയുന്നതാണ്, വീണ്ടും ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കുന്നു, എല്ലാവരും ക്ലാസ് പൂർണ്ണമായി കണ്ടതിന് ശേഷം മാത്രം വീണ്ടും കണ്ട് നോട്ട്സ് എഴുതിയെടുക്കാൻ പ്രത്യേകം ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ ടോപ്പിക്കിലേക്ക് കടന്നാലോ? എല്ലാവരും റെഡി അല്ലേ? അപ്പോൾ നമ്മൾ ഡിറ്റർമിനൻസ് എന്ന ചാപ്റ്റർ പഠിക്കുമ്പോൾ പറഞ്ഞിരുന്നു, രണ്ട് സൈമൾട്ടേനിയസ് ആയിട്ടുള്ള ലീനിയർ ഇക്വേഷൻസ് അല്ലെങ്കിൽ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാധാരണ നമ്മൾ ഡിറ്റർമിനന്റ് എന്ന കൺസെപ്റ്റ് ഉപയോഗിക്കുന്നത് കൂടുതലായിട്ട്. അതിന് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്, മെക്കാനിക്കൽ ഫീൽഡിലായാലും അതുപോലെ ഇലക്ട്രിക്കൽ ഫീൽഡിലായാലും. അപ്പൊ ആ ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലത്തിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പൊ എല്ലാവരും റെഡി ആയിരിക്കുകയാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ ആദ്യം അതിന്റെ ഒരു തിയററ്റിക്കൽ പാർട്ട് ഞാൻ നിങ്ങൾക്ക് ചുരുക്കി ഒന്ന് വിശദീകരിച്ചു തരാം. അത് മനസ്സിലാക്കിയാലേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് അതിലേക്ക് ഒന്ന് വരാം. നമ്മളൊന്ന് പറയാൻ പോകുന്നത് സൊല്യൂഷൻ ഓഫ് ടു സൈമൾട്ടേനിയസ് ലീനിയർ ഇക്വേഷൻസ്. രണ്ട് സൈമൾട്ടേനിയസ് ലീനിയർ ഇക്വേഷൻസ് തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് സൊല്യൂഷൻ കാണുക എന്നുള്ളത്. അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കണം ഇതിലെ ലീനിയർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. അപ്പൊ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് എന്താണ് ഒരു ലീനിയർ ഇക്വേഷൻ എന്നുള്ളതാണ്. അപ്പൊ ആദ്യം നമുക്ക് ഡെഫിനിഷൻ നോക്കാം. ഡെഫിനിഷനിൽ എന്താ എഴുതിയത്? ആൻ ഇക്വേഷൻ ഓഫ് ദ ഫോം ax plus by equal to c where a, b and c are constants and x and y are the variables is called a linear equation in two unknowns. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ax plus by equal to c എന്നുള്ളത് ഒരു ലീനിയർ ഇക്വേഷൻ ആണ് എന്നുള്ളതാണ്. അതിൽ എയും ബിയും സി എന്ന് പറഞ്ഞാല് കോൺസ്റ്റന്റ്സ് ആയിരിക്കും, അതായത് ആ വാല്യൂ ചേഞ്ച് ചെയ്യില്ല, ഒരു കൃത്യമായ ഒരു വാല്യൂ ഉണ്ടാവും. പിന്നെ എക്സും വൈയും വേരിയബിൾസ് ആണ്. വേരിയബിൾ എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂസ് ചേഞ്ച് ചെയ്തുകൊണ്ട് വെക്കും, അതിനെയാണ് നമ്മൾ വേരിയബിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ പ്രോബ്ലത്തിൽ കിട്ടുന്നതായിരിക്കില്ല ചിലപ്പോൾ എക്സിനും വൈക്കും അടുത്ത ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ കിട്ടുക, വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ടാണ് അതിനെ വേരിയബിൾ എന്ന് പറയുന്നത്. ഇനി ഇതിനെ ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? ഇവിടെ എക്സിന്റെ പവർ തന്നില്ല പറഞ്ഞാൽ അത് 1 ആയിരിക്കും. അതുപോലെ വൈന്റെ പവർ ഇവിടെ എഴുതിയിട്ടില്ല, അത് 1 ആയിരിക്കും. അപ്പൊ ഈ ഇക്വേഷൻസിലെ വേരിയബിൾസിന്റെ പവർ വരുന്നത് 1 ആണ്. അങ്ങനെ വരുന്നത് കൊണ്ടാണ് അതിനെ ലീനിയർ ഇക്വേഷൻ എന്ന് പറയാനുള്ള കാരണം. ഓക്കെ, ഇനി നമ്മൾ ലീനിയർ ഇക്വേഷൻ എന്താന്ന് കണ്ടു. ഇനി അടുത്ത് നമ്മൾ നോക്കുക, രണ്ട് ലീനിയർ ഇക്വേഷൻസ്, സൈമൾട്ടേനിയസ് ലീനിയർ ഇക്വേഷൻ കൺസിഡർ ചെയ്തു. കൺസിഡർ ടു സൈമൾട്ടേനിയസ് ലീനിയർ ഇക്വേഷൻസ്. അത് ഒന്ന് a1x plus b1y equal to c1, a2x plus b2y equal to c2. അപ്പൊ ഈ ഇക്വേഷനിൽ നമുക്ക് എക്സിന്റെയും വൈന്റെയും വാല്യൂ കണ്ടുപിടിക്കണം. നമ്മൾ ഡിറ്റർമിനന്റ് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ലീനിയർ ഇക്വേഷൻ സ്റ്റാൻഡേർഡ് ഫോമിലാണോ എഴുതിയത് നോക്കണം. നമ്മൾ അത് ചെയ്യുന്നതിന്റെ മുന്നേ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സും വൈയും വരുന്നത് ടേംസ് ഇടതുഭാഗത്തായിരിക്കണം. രണ്ട് അൺനോൺസ് ആണ് ഉള്ളത് ഇവിടെ. അൺനോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യം. അപ്പൊ എക്സും വൈയും ആണ് കണ്ടുപിടിക്കുന്നത്, അത് ഇടതുവശത്തായിരിക്കണം. കോൺസ്റ്റന്റ് മാത്രം വരുന്ന ടേം വലതുവശത്തായിരിക്കണം. ആ രീതിയിൽ തന്നെ അത് അറേഞ്ച് ചെയ്യണം. അപ്പൊ രണ്ടാമത്തെ ഇക്വേഷൻ അതുപോലെ തന്നെയാണ് എഴുതിയത്, a2x plus b2y equal to c2. ഇങ്ങനെ എഴുതിയ ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? പ്രോബ്ലം ചെയ്യാൻ തുടങ്ങാൻ പാടുള്ളൂ. അപ്പൊ ഈ ഒരു അറേഞ്ച്മെന്റിലല്ല തന്നതെങ്കിൽ ഈ രീതിയിൽ എഴുതിയ ശേഷമേ പ്രോബ്ലം ചെയ്യാൻ തുടങ്ങാൻ പാടുള്ളൂ. ഓക്കെ, ഇനി ഇത് സോൾവ് ചെയ്യണം. We can solve these equations using determinant method. In this method we have to evaluate 3 determinants. ഈ മെത്തേഡിൽ ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് 3 ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കണം. അതാണ് ഒന്ന് ഡെൽറ്റ, ഡെൽറ്റ 1 ആൻഡ് ഡെൽറ്റ 2. അത് ഇതിനൊരു പേര് കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ആ ഡിറ്റർമിനന്റിന് അതിന്റെ ഡെൽറ്റ എന്നാണ് ആദ്യത്തെ ഡിറ്റർമിനന്റിന്റെ പേര്, രണ്ടാമത്തെ ഡെൽറ്റ 1, മൂന്നാമത്തെ ഡെൽറ്റ 2. ഇനി എന്താണ് ഡെൽറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡെൽറ്റ ഈക്വൽ ടു ഡിറ്റർമിനന്റ്. നമ്മൾ ലീനിയർ ഇക്വേഷൻസ് സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതി കഴിഞ്ഞാൽ എക്സിന്റെ കോഎഫിഷ്യന്റ് a1, വൈന്റെ കോഎഫിഷ്യന്റ് b1. അടുത്ത ഇക്വേഷൻ എടുത്തു, അതിൽ എക്സിന്റെ കോഎഫിഷ്യന്റ് a2, വൈൻ്റെത് b2. അങ്ങനെ എഴുതുമ്പോൾ കിട്ടുന്ന ഡിറ്റർമിനന്റ് ആണ് ഡെൽറ്റ എന്ന് പറയുന്നത്. ഇനി അടുത്ത നമ്മൾ കണ്ട ഡെൽറ്റ 1 ആണ്. ഡെൽറ്റ 1 എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഈ ഡെൽറ്റ എന്ന് പറഞ്ഞ ഡിറ്റർമിനന്റില് ആദ്യത്തെ കോളം a1 a2 എന്നുള്ള കോളം മാറ്റിയിട്ട് നമ്മൾ c1 c2 എന്നുള്ള എടുത്തു. കോൺസ്റ്റന്റ് മാത്രം വരുന്ന വലതുവശത്തുള്ള കോൺസ്റ്റന്റ് കൊടുത്തു. ഡെൽറ്റ 1 എന്ന് പറയുമ്പോൾ 1, ആദ്യത്തെ കോളം മാറ്റിയിട്ട് c1 c2 അത് കൊടുത്തു.
ഈ B1 B2 എന്നുള്ള അതേപോലെ തന്നെ എഴുതി. ആ ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്താൽ കിട്ടുന്നതാണ് ഡെൽറ്റ 1 എന്താണെന്നുള്ളത്. ഇനി നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഡെൽറ്റ 2. അപ്പൊ 2 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ചെയ്യുക? രണ്ടാമത്തെ കോളാണ് മാറ്റേണ്ടത്. എന്തിന്റെ രണ്ടാമത്തെ കോളം? ഡെൽറ്റ എന്ന് പറഞ്ഞ ഡിറ്റർമിനന്റിലെ രണ്ടാമത്തെ കോളം മാറ്റിയിട്ട് C1 C2 എന്ന് എടുത്തു. അപ്പൊ എന്ത് വരും? A1 A2 എന്നുള്ള അതുപോലെ എഴുതി. ആദ്യത്തെ കോളം, രണ്ടാമത്തെ കോളം C1 C2. അത് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെൽറ്റ 2ന്റെ വാല്യൂ എത്രയെന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഡെൽറ്റ കിട്ടി, ഡെൽറ്റ 1 കിട്ടി, ഡെൽറ്റ 2 കിട്ടി. അത് മൂന്നും കിട്ടിക്കഴിഞ്ഞാൽ എക്സും വൈയും നമുക്ക് വളരെ എളുപ്പത്തിൽ കാണാം. ആഫ്റ്റർ ഫൈൻഡിങ് ഡെൽറ്റ, ഡെൽറ്റ 1 ആൻഡ് ഡെൽറ്റ 2, അത് മൂന്നും കണ്ടുപിടിച്ച ശേഷം എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൽറ്റ 1 ബൈ ഡെൽറ്റ. y എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൽറ്റ 2 ബൈ ഡെൽറ്റ. ഇത്രയും സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ ഇത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു ടെക്നിക്ക് നന്നായി പഠിച്ചു വെക്കുക. ഈ ടെക്നിക്കിനാണ് ഡിറ്റർമിനന്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിപ്പം ചെയ്ത എന്താണ്? സൊല്യൂഷൻ ഓഫ് 2 സൈമൾട്ടേനിയസ് ലീനിയർ ഇക്വേഷൻസ് ആണ്. രണ്ട് സൈമൾട്ടേനിയസ് ആയിട്ടുള്ള ലീനിയർ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മള് ഈ ഡിറ്റർമിനന്റ് മെത്തേഡ് വെച്ചിട്ട് എങ്ങനെയാണ് തന്നിരിക്കുന്ന രണ്ട് ലീനിയർ ഇക്വേഷൻസ് അല്ലെങ്കിൽ സൈമൾട്ടേനിയസ് ലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്യുക എന്നാണ് പറയാൻ പോകുന്നത്. സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൽ ഉള്ള വേരിയബിൾസ് കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺനോൺസ്, അത് നമുക്ക് അറിയാത്ത വാല്യൂ, അതെന്താണ്? എക്സും വൈയും ആണ് അൺനോൺസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം നമ്മൾ തന്ന ക്വസ്റ്റ്യൻ എന്താണ്. നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? സോൾവ് എക്സ് മൈനസ് 2y പ്ലസ് 1 ഈക്വൽ ടു 0, 3x plus 2y equal to 3 using determinant method. Using determinant method. അപ്പൊ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ലീനിയർ ഇക്വേഷൻസ് സ്റ്റാൻഡേർഡ് ഫോമിൽ ആണോ നോക്കണം. അപ്പൊ ഒന്നാമത്തെ ലീനിയർ ഇക്വേഷൻ നോക്കിക്കേ, എക്സ് മൈനസ് 2y പ്ലസ് 1 ഈക്വൽ ടു 0 എന്നാ. അപ്പൊ ഇവിടെ ഒരു കോൺസ്റ്റന്റ് ടേം ഇടതുവശത്തുണ്ട്, അതിനെ നമ്മൾ എങ്ങോട്ട് കൊണ്ടുപോകണം? വലതുവശത്തേക്ക് കൊണ്ടുപോകണം. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അതിനെ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? given x minus 2y equal to minus 1. ഇത് തന്നെയാണ് നമ്മൾ ഒന്ന് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റി എഴുതിയതേ ഉള്ളൂ. അതാണ് ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം. അപ്പം ഇവിടെ പ്ലസ് 1 എന്നുള്ളത് വലതുവശത്തേക്ക് വന്നപ്പോൾ -1. രണ്ടാമത്തെ ഇക്വേഷൻ നോക്കിക്കേ, 3x plus 2y equal to 3. അത് സ്റ്റാൻഡേർഡ് ഫോമിലാണ് തന്നിരിക്കുന്നത്. അത് അങ്ങനത്തെ എഴുതുക. അപ്പൊ 3x plus 2y equal to 3. ഓക്കെ, ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ അകത്തുനിന്ന് 3 ഡിറ്റർമിനൻസ് കണ്ടുപിടിക്കണം. അതിൽ ഒന്നാമത്തെ ഡിറ്റർമിനന്റ് ആണ് ഡെൽറ്റ എന്ന് പറയുന്നത്. ഡെൽറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിറ്റർമിനന്റ് എക്സിന്റെ കോഎഫിഷ്യന്റ് എന്താ നോക്കുക. ഇവിടെ ഒന്നും തന്നിട്ടില്ലെങ്കിൽ അത് 1 ആയിരിക്കും. ഇവിടെ വൈന്റെ കോഎഫിഷ്യന്റ് -2, എക്സിന്റെ കോഎഫിഷ്യന്റ് 3, വൈൻ്റെത് 2. അപ്പൊ ഈ ഡിറ്റർമിനന്റ് ഓപ്പൺ ചെയ്താൽ കിട്ടുന്ന വാല്യൂ ആണ് ഡെൽറ്റ എന്ന് പറയുന്നത്. അപ്പൊ എന്താ? ഇതൊരു 2/2 ഓർഡറിലുള്ള ഡിറ്റർമിനന്റ് ആണ്. അപ്പൊ എങ്ങനെയാ ചെയ്യുക? 1 into 2 minus 2 into 3 that's equal to 1 into 2 എന്ന് പറഞ്ഞാൽ 2, മൈനസ് എന്നുള്ള പ്ലസ് ആയി, 2 into 3 എന്ന് പറഞ്ഞാൽ 6, that's equal to 8. ഡെൽറ്റന്റെ വാല്യൂ നമുക്ക് 8 കിട്ടി. ഇനി നെക്സ്റ്റ് നമ്മൾ ഡെൽറ്റ 1 എന്ന് പറഞ്ഞ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കണം. അപ്പൊ ഡെൽറ്റ 1 ഈക്വൽ ടു, അപ്പൊ വളരെയധികം ശ്രദ്ധിക്കണം, ഡെൽറ്റ 1 ഈക്വൽ ടു, അപ്പൊ 1 എന്ന് പറയുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ആദ്യത്തെ കോളമാണ് മാറ്റേണ്ടത്. അപ്പൊ ആദ്യത്തെ കോളം 1 3 എന്നാണ് ഡെൽറ്റ എന്ന് പറഞ്ഞ ഡിറ്റർമിനന്റിൽ ഉള്ളത്. അത് മാറ്റിയിട്ട് നമ്മള് C1 C2 എന്നുള്ള ഭാഗത്തുള്ളത് എന്താ? ഇവിടെ -1 ഉം 3 ആണ്, അതാണ് കൊടുക്കേണ്ടത്. അപ്പൊ -1 3 ആദ്യത്തെ കോളം മാറ്റിയിട്ട് അത് കൊടുത്തു. അതിനുശേഷം രണ്ടാമത്തെ കോളം അതുപോലെ തന്നെ എഴുതാം, ഡെൽറ്റയിലുള്ള -2 2. ഇത് ഓപ്പൺ ചെയ്യാം. അപ്പൊ എന്താ വരിക? -1 into 2 -2 into 3 that's equal to ഇത് -1 into 2 എന്ന് പറഞ്ഞാൽ -2, ഇത് മൈനസ് എന്നുള്ള പ്ലസ് ആയി മാറി, 2 into 3 6, അപ്പം +6 ഉം -2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 4 കിട്ടും. അപ്പൊ നമുക്ക് ഡെൽറ്റ 1 എന്ന് പറഞ്ഞാൽ 4 കിട്ടി. ഓക്കെ, അപ്പൊ ഡെൽറ്റ 1 കഴിഞ്ഞാൽ നമ്മൾ അടുത്ത എന്ത് കാണണം? ഡെൽറ്റ 2 എന്താ കണ്ടുപിടിക്കണം? ഡെൽറ്റ 2 ഈക്വൽ ടു ഡിറ്റർമിനന്റ് 2 എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ കോളം മാറ്റേണ്ടത്. ഏതിലുള്ള രണ്ടാമത്തെ കോളം മാറ്റേണ്ടത്? ഡെൽറ്റ എന്ന് പറഞ്ഞ ഡിറ്റർമിനന്റിലെ രണ്ടാമത്തെ കോളാണ് മാറ്റേണ്ടത്. ആദ്യത്തെ കോളം അതുപോലെയാണ് എഴുതേണ്ടത്. അപ്പൊ എന്താ വരിക? 1 3 ആദ്യത്തെ കോളം അതുപോലെ എഴുതി, രണ്ടാമത്തെ കോളം മാറ്റിയിട്ട് എന്ത് എഴുതണം? -1 3. ഓക്കെ, ഇനി ഇത് ഓപ്പൺ ചെയ്യാം. 1 into 3 -1 into
3. That's equal to എത്ര വരും 1 into 3 3. ഇത് മൈനസ് മൈനസ് എന്നുള്ളത് പ്ലസ് ആയി മാറി 1 into 3 3. That's equal to 6 കിട്ടി. അപ്പൊ നമുക്ക് ഡെൽറ്റ 2 ന്റെ വാല്യൂ 6 കിട്ടി. ഇനി നമ്മൾ ഇതിന്റെ അകത്ത് നിന്ന് x ഉം y ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആഫ്റ്റർ ഫൈൻഡിങ് ഡെൽറ്റ ഡെൽറ്റ 1 ഡെൽറ്റ 2 x എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത് x equal to ഡെൽറ്റ 1 by ഡെൽറ്റ ഡെൽറ്റ 1 by ഡെൽറ്റ. ഇവിടെ ഡെൽറ്റ 1 എന്താ കിട്ടിയത് 4 by 8 4 by 8. അപ്പൊ എത്ര കിട്ടി 4 4 ഒരു തവണ 8 4 2 തവണ. അപ്പൊ x എന്ന് പറഞ്ഞാൽ 1 by 2 കിട്ടി. അതുപോലെ y എന്ന് പറഞ്ഞാൽ എന്താണ് y equal to ഡെൽറ്റ 2 by ഡെൽറ്റ ഡെൽറ്റ 2 ന്റെ വാല്യൂ എത്രയാ 6 by ഡെൽറ്റ എന്ന് പറഞ്ഞാൽ 8. അപ്പൊ 2 6 എത്ര തവണ പോവും 3 തവണ ഡിവൈഡഡ് ബൈ 8 ലോ 4 തവണ. അപ്പൊ എന്ത് കിട്ടി y എന്ന് പറഞ്ഞാൽ 3/4 y എന്ന് പറഞ്ഞാൽ 3/4. അപ്പൊ അതാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. സോൾവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ മിസ്സിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺനോൺ ആയിട്ടുള്ള ടേം കണ്ടുപിടിക്കുക. അൺനോൺ എന്ന് പറഞ്ഞാൽ ഇവിടെ വേരിയബിൾസ് എക്സും വൈ ആണ്. അതാണ് നമ്മൾ കണ്ടുപിടിച്ചത്. എക്സിന്റെ വാല്യൂ 1/2 കിട്ടി, വൈന്റെ വാല്യൂ 3/4 കിട്ടി. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്രാമേഴ്സ് റൂൾ എന്നും പറയും ഇതിനെ, അല്ലെങ്കിൽ ഡിറ്റർമിനന്റ് മെത്തേഡിൽ സോൾവ് ചെയ്യാന്നും പറയും. അപ്പൊ ഈ ഒരു മെത്തേഡ് എക്സാമിന് ഷുവർ ആയിട്ട് ചോദിക്കുന്നതാണ്. എല്ലാവരും നന്നായി പഠിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് മറ്റൊരു എക്സാമ്പിളിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. ഇതുപോലെ തന്നെ ചെയ്യേണ്ടതാണ്. നമ്മൾ രണ്ട് ലീനിയർ ഇക്വേഷൻസ് തന്നിട്ടുണ്ട്, അതായത് സൈമൾട്ടേനിയസ് ലീനിയർ ഇക്വേഷൻസ് തന്നിട്ടുണ്ട് രണ്ടെണ്ണം. അത് സോൾവ് ചെയ്തിട്ട് എക്സും വൈയും കാണാൻ പോവാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: സോൾവ് 5x + 2y = 4, 2x - y = 7. അപ്പൊ ഇവിടെ യൂസിങ് ഡിറ്റർമിനന്റ് മെത്തേഡ് അല്ലെങ്കിൽ ക്രാമേഴ്സ് റൂൾ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം ഇത് ലീനിയർ ഇക്വേഷൻ ആണ്. എക്സിന്റെ പവർ 1 ആണ്, വൈന്റെ പവർ 1 ആണ്, അതുകൊണ്ട് ഇത് ലീനിയർ ഇക്വേഷൻ ആണ്. അതുപോലെ ഇതും എക്സിന്റെ പവർ 1 ആണ്, വൈന്റെ പവർ 1 ആണ്, ലീനിയർ ഇക്വേഷൻ ആണ്. അപ്പൊ ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നമ്മൾ ഡിറ്റർമിനന്റ് മെത്തേഡ് ഉപയോഗിക്കണം. അപ്പൊ തന്നിരിക്കുന്ന ലീനിയർ ഇക്വേഷൻ നമുക്ക് എന്താണ് തന്നത് എടുത്ത് എഴുതുക. ഗിവൺ എന്താ തന്നത് 5x + 2y = 4. അത് സ്റ്റാൻഡേർഡ് ഫോമിൽ തന്നെയാണ് തന്നത്. എക്സും വൈയും വരുന്ന ടേം ഇടതുവശത്തും കോൺസ്റ്റന്റ് മാത്രമുള്ളത് വലതുവശത്തുമാണ് തന്നിരിക്കുന്നത്. അടുത്തതാ 2x - y = 7. അതും തന്നിരിക്കുന്നത് സ്റ്റാൻഡേർഡ് ഫോമിലാണ്. എക്സും വൈയും വരുന്ന ടേം നമുക്ക് തന്നിരിക്കുന്നത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും അതുപോലെ കോൺസ്റ്റന്റ് ടേം റൈറ്റ് ഹാൻഡ് സൈഡിലുമാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് അതും എന്താണ് സ്റ്റാൻഡേർഡ് ഫോമിലാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ അകത്ത് നിന്ന് ഡെൽറ്റ എന്ന് പറഞ്ഞ ഡിറ്റർമിനന്റ് കാണണം. അപ്പൊ ഡെൽറ്റ = ഡിറ്റർമിനന്റ് എന്താണ് വരിക എക്സിന്റെ കോഎഫിഷ്യന്റ് 5, രണ്ടാമത്തെ വൈന്റെ കോഎഫിഷ്യന്റ് നോക്കുക അത് 2. അത് നമ്മൾ ആദ്യത്തെ റോ ആയിട്ട് എഴുതി. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ എടുത്തു. എക്സിന്റെ കോഎഫിഷ്യന്റ് 2 ആണ്, വൈന്റെ കോഎഫിഷ്യന്റ് -1 ആണ്. സൈന് മൈനസ് ആണ്, -1 ആണ്. ഓക്കെ, അത് ഓപ്പൺ ചെയ്യാം. അപ്പൊ എങ്ങനെ ഓപ്പൺ ചെയ്യാം 5 × -1 - 2 × 2 2 × 2 that's equal to 5 × -1 എന്ന് പറഞ്ഞാൽ -5 - 2 × 2 എന്ന് പറഞ്ഞാൽ 4. അപ്പൊ അത് മൈനസ് ആണ്, രണ്ടിലും മൈനസ് ഉണ്ട്. അപ്പൊ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ രണ്ടും ആഡ് ചെയ്തിട്ട് ആ ചിഹ്നം കൊടുക്കുക. അപ്പൊ എത്ര കിട്ടും -9. നെക്സ്റ്റ് നമ്മൾ കാണേണ്ടത് എന്താണ് ഡെൽറ്റ 1 എന്ന് പറഞ്ഞ ഡിറ്റർമിനന്റ് ആണ്. ഡെൽറ്റ 1 = ഡിറ്റർമിനന്റ് എന്താ വരിക നമ്മൾ ഡെൽറ്റ എന്ന് പറഞ്ഞ ഡിറ്റർമിനന്റിലെ ആദ്യത്തെ കോളം മാറ്റിയിട്ട് എന്ത് എഴുതണം 4 7 ആക്കണം. അപ്പൊ 4 7 ആദ്യത്തെ കോളം മാറ്റി. ഇനി രണ്ടാമത്തെ കോളം അതുപോലെ തന്നെ എഴുതുക 2 - 1. ഇത് ഓപ്പൺ ചെയ്യാം. എന്താ വരിക 4 × -1 - 2 × 7 that's equal to 4 × -1 എന്ന് പറഞ്ഞാൽ -4. ഇത് -2 × 7 എന്ന് പറഞ്ഞാൽ 14, അതായത് -18 കിട്ടി നമുക്ക്. അപ്പൊ ഡെൽറ്റ 1ന്റെ വാല്യൂ നമുക്ക് കിട്ടി -18. ഇനി നെക്സ്റ്റ് നമ്മൾ എന്താ വേണ്ടത് ഡെൽറ്റ 2 എന്നുള്ള വാല്യൂ ആണ് കണ്ടത്. അപ്പൊ ഡെൽറ്റ 2 = ഡിറ്റർമിനന്റ് എന്താ ചെയ്യേണ്ടത് എങ്ങനെയാ വേണ്ട ഡെൽറ്റ എന്ന് പറഞ്ഞതിലെ ഡിറ്റർമിനന്റ് എടുക്കുക. അതിലെ രണ്ടാമത്തെ കോളാണ് മാറ്റേണ്ടത്. ഇവിടെ 2 എന്നാണ്, അപ്പൊ രണ്ടാമത്തെ കോളാണ് മാറ്റേണ്ടത്. ആദ്യത്തെ കോളം അത് തന്നെ എന്താണ് 5 2. രണ്ടാമത്തെ കോളം മാറ്റി എന്ത് എഴുതണം 4 7. ഇത് ഓപ്പൺ ചെയ്യാം. എങ്ങനെയാ ഓപ്പൺ ചെയ്യാം 5 × 7 ഡയഗണൽ എലിമെന്റ്സ് മൾട്ടിപ്ലൈ ചെയ്തു മൈനസ് ഓഫ് ഡയഗണൽ എലിമെന്റ്സ് മൾട്ടിപ്ലൈ 4 × 2 4 × 2 that's equal to ഇപ്പൊ എന്ത് വന്നു 35 - 8 35 - 8 that's equal to എന്ത് വന്നു ഇത് കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടുക 28
27. അപ്പൊ നമുക്ക് ഡെൽറ്റ 2 ന്റെ വാല്യൂ 27 എന്ന് കിട്ടി. ഇനി ആഫ്റ്റർ ഫൈൻഡിങ് ഡെൽറ്റ 1 ഡെൽറ്റ 2 എന്താ ചെയ്യേണ്ടത്? നമ്മൾ x എന്ന് പറഞ്ഞ വാല്യൂ എന്താ കിട്ടുക? x ഈക്വൽ ടു ഡെൽറ്റ 1 ബൈ ഡെൽറ്റ ഈക്വൽ ടു ഡെൽറ്റ 1 എന്താ കിട്ടിയത് നമുക്ക്? -18 ബൈ -9. അപ്പൊ 2 മൈനസ് വന്നാൽ ക്യാൻസൽ ചെയ്ത് പോവും. 18 ൽ 9 എത്ര തവണ പോവും? 2 തവണ. അപ്പൊ x ന്റെ വാല്യൂ 2. x ന്റെ വാല്യൂ 2 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ x ന്റെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി എന്ത് കാണണം? y ന്റെ വാല്യൂ കാണണം. അപ്പൊ y ഈക്വൽ ടു എന്താണ്? ഡെൽറ്റ 2 ബൈ ഡെൽറ്റ അപ്പൊ ഡെൽറ്റ 2 ന്റെ വാല്യൂ എത്ര നമുക്ക് കിട്ടിയത്? 27. ദാറ്റ്സ് ഈക്വൽ ടു 27. ഡെൽറ്റ 2 ന്റെ വാല്യൂ 27 ഡിവൈഡഡ് ബൈ ഡെൽറ്റ എത്ര കിട്ടിയത്? -9. ദാറ്റ്സ് ഈക്വൽ ടു ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു മൈനസ് ഇടൂ. അപ്പൊ ഉത്തരത്തില് -1. ഇനി 27 ൽ 9 എത്ര തവണ പോവും? 3 തവണ. അപ്പൊ -3. ഓക്കെ, അപ്പൊ നമുക്ക് ഡെൽറ്റ 1 ബൈ ഡെൽറ്റ 2 ചെയ്തപ്പോ x ന്റെ വാല്യൂ 2 എന്ന് കിട്ടി. അതുപോലെ y ന്റെ വാല്യൂ ഡെൽറ്റ 2 ബൈ ഡെൽറ്റ ചെയ്തപ്പോ -3 എന്ന് കിട്ടി. അപ്പൊ x ന്റെ y ന്റെ വാല്യൂ കിട്ടി. x ഉം y ആണ് ഇവിടെ അൺനോൺ. അതാണ് നമ്മൾ സോൾവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇത് ലീനിയർ ഇക്വേഷൻ ആണ് എന്നുള്ളത് കണ്ടാൽ മനസ്സിലാവണം. എങ്ങനെ മനസ്സിലാക്കുക? x ന്റെ പവറും y ന്റെ പവറും അവിടെ 1 ആണ് വരുന്നതെങ്കിൽ അത് ലീനിയർ ഇക്വേഷൻ ആണ്. ഓക്കെ, അപ്പൊ അതെല്ലാവർക്കും മനസ്സിലായി എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ നമുക്ക് ഒരു ചെറിയ ട്വിസ്റ്റ് ഉള്ള ഒരു പ്രോബ്ലത്തിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്കാണ് വരുന്നത്. ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്, ഒന്ന് മനസ്സിലാക്കി ചെയ്യേണ്ടതാണ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: സോൾവ് 6/x plus 7/y equal to 5, 2/x plus 5/y equal to 3. അപ്പൊ ഈ തന്നിരിക്കുന്ന ഇക്വേഷൻസ് സ്റ്റാൻഡേർഡ് ഫോമിൽ അല്ല. അത് എന്തുകൊണ്ടാണ്? ഡിനോമിനേറ്ററിലാണ് x വന്നത്, അതുപോലെ ഡിനോമിനേറ്ററിലാണ് y വന്നത്, അതായത് ഛേദത്തിലാണ് വന്നത്. അതുപോലെ ഇവിടെയും വന്നിരിക്കുന്നത് ഡിനോമിനേറ്ററിലാണ്, ഇവിടെ y വന്നിരിക്കുന്നതും ഡിനോമിനേറ്ററിലാണ്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനെ നമ്മൾ എടുത്തെഴുതുമ്പോൾ അത് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആക്കി മാറ്റണം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യണം? 6/x എന്നുള്ളതിനെ നമ്മൾ മാറ്റിയിട്ട് 6 into 1/x എന്നാക്കി. 6 into 1/x plus 7/y എന്നുള്ളതിനെ 7 into 1/y equal to 5 എന്ന് എഴുതി. അതുപോലെ 2/x എന്നുള്ളതിനെ 2 into 1/x plus അതുപോലെ 5 into 1/y equal to 3. ഓക്കെ, ഇനി ഇതിനെ സ്റ്റാൻഡേർഡ് ഫോമിൽ ആക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിനോമിനേറ്ററിലുള്ള ന്യൂമറേറ്ററിലേക്ക് വരണം. ന്യൂമറേറ്റർ ആയാലേ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എന്താ ചെയ്യാ? ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നു. പുട്ട് 1/x equal to ക്യാപിറ്റൽ X എന്ന് കൊടുക്കുകയാണ്. അതുപോലെ 1/y equal to ക്യാപിറ്റൽ Y എന്ന് കൊടുക്കുകയാണ്. തെറ്റിക്കരുത്, ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ കൊടുക്കാൻ. അപ്പൊ ഈ ഇക്വേഷൻസ് എങ്ങനെ മാറും? 6 into x capital X plus 7 into capital Y equal to 5. അപ്പൊ അത് സ്റ്റാൻഡേർഡ് ഫോമിലായി മാറി. നമ്മളെ ന്യൂമറേറ്ററിലേക്ക് വന്നു കഴിഞ്ഞു x ഉം y ഉം. അടുത്തത് എന്താവും? 2 into capital X 1/x എന്നുള്ളതിന് capital X എന്ന് കൊടുത്തു. അപ്പൊ 2 into capital X plus 5 into capital Y equal to 3. അപ്പൊ അതും എന്തായി? സ്റ്റാൻഡേർഡ് ഫോമിലായി. അപ്പൊ നമുക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്ന രണ്ട് ഇക്വേഷൻസും സ്റ്റാൻഡേർഡ് ഫോമിലായി. എക്സും വൈയും വരുന്നത് ഇടതുവശത്താണ് വരുന്നത്, അതുപോലെ കോൺസ്റ്റന്റ് ടേം വലതുവശത്താണ്. ഓക്കെ, അപ്പൊ അതും കൂടി നോക്കണം. ചിലപ്പോൾ കോൺസ്റ്റന്റ് ടേം ഇടതുവശത്താണെങ്കിൽ നമ്മൾ വലതുവശത്തേക്ക് കൊണ്ടുപോകേണ്ടി വരും. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോമിലായി. ഈ സ്റ്റാൻഡേർഡ് ഫോം ആയ ഈ ഇക്വേഷനിൽ നിന്ന് നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഈ ഇക്വേഷന്റെ അകത്ത് നിന്ന് നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ക്യാപിറ്റൽ എക്സ് എന്താണ്, ക്യാപിറ്റൽ വൈ എന്താണെന്നാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ എഴുതുക, ഇതിന്റെ അകത്തുനിന്ന് ഡെൽറ്റ എന്ന് പറഞ്ഞ ഡിറ്റർമിനന്റ് എന്തായിരിക്കും? ഡിറ്റർമിനന്റ് 6, 2, 7, 5. എക്സിന്റെ കോഎഫിഷ്യന്റ് 6, വൈൻ്റെത് 7, അതുപോലെ ഇവിടെ എക്സിന്റെ 2, വൈൻ്റെത് 5. ഇത് ഓപ്പൺ ചെയ്യാം. 6 into 5 minus 7 into 2 equal to 30 minus 14 equal to നമുക്ക് 16 കിട്ടും. എന്ത് കിട്ടി? 16 കിട്ടി. ഡെൽറ്റയുടെ വാല്യൂ 16 കിട്ടി. ഇനി അടുത്ത എന്ത് കാണണം? ഡെൽറ്റ 1 ഈക്വൽ ടു ഡെൽറ്റ 1 എന്ന് പറയുമ്പോൾ ആദ്യത്തെ കോളം മാറ്റിയിട്ട് 5, 3 കൊടുക്കണം. അപ്പൊ 5, 3 ഡെൽറ്റയിലെ ആദ്യത്തെ കോളം മാറ്റി, രണ്ടാമത്തെ കോളം അത് തന്നെ 7, 5. ദാറ്റ്സ് ഈക്വൽ ടു എന്ത് വരും?
5 into 5 diagonal elements multiply ചെയ്തു minus of diagonal elements multiply ചെയ്യാം. അപ്പോൾ എന്താ 7 into 3 equal to 25 minus 21 equal to 4 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് 4 എന്നുള്ള വാല്യൂ കിട്ടി. അതാണ് ഡെൽറ്റ 1. ഇനി നെക്സ്റ്റ് എന്ത് കാണണം? ഡെൽറ്റ 2 എന്താ കാണണം? ഡെൽറ്റ 2 എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ കോളാണ് ചേഞ്ച് ചെയ്യേണ്ടത്, അത് ഓർമ്മ വേണം. അപ്പോൾ ഡെൽറ്റ എന്ന് പറഞ്ഞ ഡിറ്റർമിനന്റിലെ ആദ്യത്തെ കോളം അതുപോലെ എഴുതി 6 2. രണ്ടാമത്തെ കോളം ചേഞ്ച് ചെയ്തിട്ട് എന്ത് എഴുതി? 5 3. ഓക്കെ, ഇനി ഇത് ഓപ്പൺ ചെയ്യാം. ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. ഡയഗണൽ എലിമെന്റ്സ് മൾട്ടിപ്ലൈ ചെയ്യാം. 6 into 3 minus 5 into 2. 6 into 3 എന്ന് പറഞ്ഞാൽ 18 minus 5 into 2 എന്ന് പറഞ്ഞാൽ 10 equal to 8 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഡെൽറ്റ 2 ന്റെ വാല്യൂ 8 എന്ന് കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇതിന്റെ അകത്തുനിന്ന് നമുക്ക് ക്യാപിറ്റൽ എക്സ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. നമ്മൾ ഈ ഇക്വേഷൻ ആണ് ഉപയോഗിച്ചത്. അപ്പൊ അതിൽ ക്യാപിറ്റൽ എക്സ് ആണുള്ളത്, അതുപോലെ ക്യാപിറ്റൽ വൈ ആണുള്ളത്. അപ്പൊ ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു എന്താ വരിക? ഡെൽറ്റ 1 ബൈ ഡെൽറ്റ. ദാറ്റ്സ് ഈക്വൽ ടു ഡെൽറ്റ 1 എത്ര കിട്ടിയ നമുക്ക്? 4 ബൈ ഡെൽറ്റ എന്ന് 16. അപ്പൊ 4 ൽ 4 ഒരു തവണ പോകും, 16 ൽ 4 ടൈംസ്. അപ്പൊ എന്താണ് നമുക്ക് ക്യാപിറ്റൽ എക്സ് കിട്ടിയത്? 1/4. അതുപോലെ ക്യാപിറ്റൽ വൈ ഈക്വൽ ടു ഡെൽറ്റ 2 ബൈ ഡെൽറ്റ. കാരണം നമ്മൾ ഈ ഇക്വേഷൻ ആണ് ഉപയോഗിച്ചത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, അതുകൊണ്ടാണ് ക്യാപിറ്റൽ വൈ കിട്ടുന്നത്. അപ്പൊ എന്താ വരിക? ഡെൽറ്റ 2 എന്ന് പറഞ്ഞാൽ 8/16. അതായത് 8 ൽ 8 ഒരു തവണ, 16 ൽ 8 രണ്ട് തവണ, 1/2 കിട്ടി. ഇനി നമുക്ക് ഇതിന്റെ അകത്തുനിന്ന് ക്യാപിറ്റൽ എക്സും ക്യാപിറ്റൽ വൈ എല്ലാം കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് തന്ന ക്വസ്റ്റ്യനിൽ സ്മോൾ എക്സും സ്മോൾ വൈ ആണ്, അതിലാണ് സോൾവ് എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ശരിക്കും സ്മോൾ എക്സും സ്മോൾ വൈ ആണ്. അപ്പൊ നമുക്കറിയാം ക്യാപിറ്റൽ എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ എടുത്തത്? 1/x നമ്മൾ ആദ്യം എടുത്തിട്ടുണ്ട്. എന്താ എടുത്തത്? we know that 1/x equal to ക്യാപിറ്റൽ എക്സ് എന്നാണ് നമ്മൾ എടുത്തത് പ്രോബ്ലത്തിൽ സ്റ്റാർട്ടിങ്ങിൽ. അപ്പൊ നമ്മൾ 1/x ഈക്വൽ ടു ക്യാപിറ്റൽ എക്സ് ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ട് 1/4 ആണ്. അപ്പൊ ഇത് നേരെ തിരിച്ചിടുക, രണ്ട് സൈഡും തിരിച്ചിടുക. അപ്പൊ ഇവിടെ തിരിച്ചിടുമ്പോൾ അത് x/1 ഈക്വൽ ടു 4/1. രണ്ട് സൈഡിൽ ഒരുപോലെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ x ഈക്വൽ ടു എന്ത് കിട്ടി? x ഈക്വൽ ടു 4. ഓക്കെ, ഇനി y എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപിറ്റൽ y എന്ന് പറഞ്ഞാൽ നമ്മൾ 1/y ആണ് ക്യാപിറ്റൽ y എന്ന് എടുത്തത്. 1/y ആണ് ക്യാപിറ്റൽ y എന്ന് എടുത്തിട്ടുള്ളത്. അപ്പൊ 1/y നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? അല്ല സോറി, ക്യാപിറ്റൽ y എത്ര കിട്ടിയിട്ടുണ്ട്? 1/2. അപ്പൊ 1/y ഈക്വൽ ടു 1/2. അപ്പൊ രണ്ട് സൈഡ് തിരിച്ചിടുക. അപ്പൊ y/1 ഈക്വൽ ടു 2/1. അപ്പൊ y ഈക്വൽ ടു എത്ര കിട്ടി? 2. y ഈക്വൽ ടു 2. അപ്പൊ നമുക്ക് x ന്റെ വാല്യൂ 4 എന്ന് കിട്ടി, y ന്റെ വാല്യൂ 2 എന്ന് കിട്ടി. അപ്പൊ ഇതൊരു ചെറിയൊരു ട്വിസ്റ്റ് ഉള്ള ഒരു പ്രോബ്ലം ആണ്, നന്നായി മനസ്സിലാക്കി വെക്കുക. നമുക്ക് സ്റ്റാൻഡേർഡ് ഫോമിൽ അല്ല തന്നത്, ഡിനോമിനേറ്ററിലാണ് എക്സും വൈ ഒക്കെ തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതിനൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നുണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ ക്യാപിറ്റൽ എക്സും ക്യാപിറ്റൽ വൈ ആയി മാറും. പിന്നെ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഡിറ്റർമിനന്റ് മെത്തഡിൽ ക്യാപിറ്റൽ എക്സും ക്യാപിറ്റൽ വൈ ആണ്. ആ ക്യാപിറ്റൽ എക്സും ക്യാപിറ്റൽ വൈയും കണ്ടുപിടിച്ച ശേഷം നമ്മൾ വീണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വാല്യൂലേക്ക് പോയി അതിന്റെ അകത്തുനിന്നാണ് നമ്മൾ എന്ത് കാണുന്നത്? സ്മോൾ എക്സ് എത്രയാണ്, സ്മോൾ വൈ എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇത് നന്നായി മനസ്സിലാക്കി വെക്കുക, എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇന്നത്തെ സൊല്യൂഷൻ ഓഫ് 2 simultaneous linear equations എന്നുള്ള ഈ കൺസെപ്റ്റ് നിങ്ങൾക്ക് ഏവർക്കും ഉപയോഗപ്രദമാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ ഡിറ്റർമിനന്റ് മെത്തേഡ് എന്നും പേര് പറയുന്നുണ്ട്, നമ്മൾ ക്രാമേഴ്സ് റൂൾ എന്ന് വിളിക്കും. അപ്പൊ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഏവർക്കും ഉപയോഗപ്രദമായെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ അറിവ് മറ്റുള്ളവരിലേക്ക് ഒന്ന് പകർന്നു നൽകുക. അപ്പോൾ ഇതിന്റെ കണ്ടിന്യൂഷനുമായി നമുക്ക് ഉടനെ കണ്ടുമുട്ടാം. അതുവരേക്കും സൈനിങ് ഓഫ്, ശ്യാം പ്രസാദ്.